ആറാം ദിവസത്തെ സിനിമയുടെ കളക്ഷന് കൂടി കൂട്ടുമ്പോൾ സിനിമ ഏകദേശം 60 കോടി ക്ലബിലേക്ക് ഇടം നേടുകയാണ്. അഞ്ചാം ദിവസത്തെ സിനിമയുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 4,42,00,000 5 ദിവസങ്ങൾ കൊണ്ട് സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 22,60,00,000 രൂപയാണ് കളക്ഷൻ നേടിയത്. 5 ദിവസത്തെ ഓൾ ഇന്ത്യ കളക്ഷൻ 26 കോടിയും ഓവർസീസ് കളക്ഷൻ 27 കോടിയും. അങ്ങനെ ആകെ മൊത്തം സിനിമയുടെ 5 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 53 കോടി രൂപയാണ്. അടുത്ത വർഷം ഓണം റിലീസ് പ്ലാൻ ചെയ്യുന്ന 4 മലയാള സിനിമകൾ നോക്കാം. ലിസ്റ്റിലെ ആദ്യത്തെ സിനിമ ഖലീഫയാണ്. ഖലീഫ സിനിമ പൃഥ്വിരാജ് നായകനാവുന്ന ചിത്രമാണ്. അതുപോലെ ഈ ഒരു സിനിമയിൽ ലാലേട്ടൻ ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. ഖലീഫ 2-ൽ ലാലേട്ടൻ മെയിൻ ലീഡായിട്ട് എത്തും. ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെ ഖലീഫ സിനിമയ്ക്ക് നല്ല രീതിയിൽ ഹൈപ്പുണ്ട്. ജിനൂബി എബ്രഹാമാണ് സിനിമയുടെ സ്ക്രിപ്റ്റ്. അതുപോലെ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് വൈശാഖാണ്. രണ്ടാമത്തെ സിനിമ ഐ ആം ഗെയിം. RDXന് ശേഷം ദുൽഖറിനെ നായകനാക്കി നഹാസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ ആം ഗെയിം. നിലവിൽ ദുൽഖറിൻ്റെ സിനിമകളുടെ ഏറ്റവും കൂടുതൽ ഹൈപ്പുള്ളൊരു സിനിമ കൂടിയാണ് ഐ ആം ഗെയിം. മൂന്നാമത്തെ സിനിമ ഗിരീഷ് ഏടി നിവിൻ പോളി സിനിമയായ ബത്ലഹേം കുടുംബ യൂണിറ്റ്. പ്രേമലുവിന് ശേഷം നിവിൻ പോളിയെ നായകനാക്കി ഗിരീഷ് ഏടി സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന നിലയിൽ ഈ ഒരു സിനിമയ്ക്ക് നല്ല രീതിയിൽ ഹൈപ്പുണ്ട്. ബേസിൽ ജോസഫ്, ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ തുടങ്ങിയ വമ്പൻ കാസ്റ്റിൽ വരുന്ന സിനിമയാണ് അതിരടി. ഈ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വന്ന ബേസിൽ ജോസഫിൻ്റെ പോസ്റ്ററിലൂടെ ഈ ഒരു സിനിമ ഓണം റിലീസാണെന്ന് സിനിമയുടെ ടീം കൺഫേം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത വർഷത്തെ ഓണം റിലീസുകൾ. ഈ 4 സിനിമകളിൽ നിങ്ങൾ ഏറ്റവും അധികം കാത്തിരിക്കുന്ന സിനിമ ഏതാണെന്ന് കമൻറ്റ് ചെയ്യും.